Good morning, friends. Welcome back to the second session of electric fields in matter. So today we will discuss the polarization in polar molecules. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരു ന്യൂട്രൽ ആറ്റത്തിന് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ചാർജ് സെൻറ്ററും നെഗറ്റീവ് ചാർജ് സെൻറ്ററും മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജ് ക്ലൗഡുകൾ മൂവ് ചെയ്ത് പോസിറ്റീവ് ചാർജ് സെൻറ്ററും നെഗറ്റീവ് ചാർജ് സെൻറ്ററും സെപ്പറേറ്റ് ആയി അവിടെ ഒരു ടെമ്പററി ചാർജ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഡിസ്പ്ലേസ്ഡ് ബൈ എ ഡിസ്റ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എ ഡൈപോൾ മൊമെന്റ്. മീൻസ് ഒരു ടെമ്പററി ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് ഈസ് along the direction of electric field. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഈ ആറ്റം ഒരു ന്യൂട്രൽ ആറ്റം ആയിരുന്നു. ഓക്കെ, നൗ വാട്ട് ഹാപ്പൻസ് ടു എ പോളാർ മോളിക്യൂൾ when it is placed in an electric field? ഫോർ എക്സാമ്പിൾ, പോളാർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ, ഓൾറെഡി ഇതുപോലെ പോസിറ്റീവ് ചാർജ് സെൻറ്ററും നെഗറ്റീവ് ചാർജ് സെൻറ്ററും സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്ന, പെർമനൻ്റ്ലി സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു മോളിക്യൂൾ. ദി ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ദിസ് H2O, ദി വാട്ടർ മോളിക്യൂൾ. ദിസ് വൺ നമുക്കറിയാം, വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ ദിസ് ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ആൻഡ് there is a small negative charge along this direction and equal and opposite positive charge along this direction. Means there is a permanent dipole moment along this direction. Permanent dipole moment along this direction is negative to positive, so to the upper side. So now what happens to this water molecule when we apply an electric field? Okay, so if the field is uniform, if this field is uniform, the applied electric field is uniform, നമുക്കറിയാം, നമുക്ക് ഇതിൻ്റെ രണ്ട് എൻഡുകളാണുള്ളത് അല്ലേ. ഒരു ഭാഗത്ത് നെഗറ്റീവ് ചാർജ് സെൻറ്ററാണ് -Q, മറുഭാഗത്ത് +Q ഉള്ള പോസിറ്റീവ് ചാർജ് സെൻറ്ററാണുള്ളത്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകളാണ്. if the field is uniform, ഈ പോസിറ്റീവ് ചാർജ് സെൻറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് വിൽ ബി Q into E to the right direction അല്ലേ. ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ദി ഫോഴ്സ് ഡയറക്ഷൻ again will be to the right direction. Similarly, the force on the -Q charge or -Q center will be -Q into E, the force towards the left side. Okay, so what happens? So the net force towards the right side is equal to net force towards the left side. So both cancel each other. രണ്ടും പരസ്പരം ക്യാൻസൽ ചെയ്യുന്നു. പക്ഷെ നമുക്കറിയാം, ഈ രണ്ടും ആക്ട് ചെയ്യുന്നത് എങ്ങനെയല്ല, ഒരേ ലൈനിലൂടെയല്ല അല്ലേ. ഒരേ ലൈനിലൂടെ ആയിരുന്നെങ്കിൽ ഈ ബോഡിക്ക് ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ഒരു സിസ്റ്റം ഓഫ് ബോഡിയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന് +Qയും -Qയും ചേർന്നിട്ടുള്ള ഒരു ഡൈപോളാണ്. സോ ഡൈപോളിനൊന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ഇത് ദേ ആർ നോട്ട് അലോങ് ദ സെയിം ലൈൻ, സോ there will be a torque അല്ലേ. സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു, ഈ ഭാഗത്ത് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സ് കൊടുക്കുന്നു. സോ ഇതൊരു ടോർക്കായിട്ട് മാറുന്നത്, റൊട്ടേറ്റിംഗ് ഫോഴ്സ് ആയിട്ട് മാറുന്നു. ബട്ട് there will be a torque, so that is why there will be a torque, and sometimes this may be called a couple അല്ലേ. ഈ കേസിൽ ഇതിനെ കപ്പിൾ എന്ന് വിളിക്കാം, കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കപ്പിൾ എന്ന് വിളിക്കുന്നത്. ടോർക്ക് എന്ന് പറയുമ്പോൾ നേരത്തെ ഈ സെൻറ്ററിൻ്റെ എബൌട്ട് ആയിട്ടാണ് നമ്മൾ പറയുമ്പോൾ മുകളിൽ ഒരു പോസിറ്റീവ് ഇങ്ങനെ ഒരു ടോർക്ക് ഉണ്ട്, അതേപോലെ താഴെ ഈ ഓയുടെ എബൌട്ട് ആയിട്ട്, സെൻറ്ററിൻ്റെ എബൌട്ട് ആയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ടോർക്ക് ഉണ്ട് അല്ലെ. അങ്ങനെ രണ്ട് ടോർക്കുകൾ ഉണ്ട് എന്ന് പറയാം. സോ രണ്ട് രീതിയിൽ നമുക്ക് ഡീൽ ചെയ്യാം. തൽക്കാലം നമുക്ക് ടോർക്കായിട്ട് തന്നെ ഇതിനെ ഡീൽ ചെയ്യാം. കപ്പിൾ എന്ന് പറയുമ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആണ് വരുന്നത് അല്ലേ. സോ അങ്ങനെയും ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ
രണ്ട് ടോർക്കുകളുടെ സമ്മേഷൻ ആയിട്ടുമാണെങ്കിൽ ഇതിനെ ഡീൽ ചെയ്യാം. So the torque N, the torque is here represented by N. So the torque N is equal to first the torque on this positive charge, then this plus the torque on the negative charge. So the torque on the positive charge will be this R plus cross F plus. R plus means the distance between this center and plus Q into the force along that direction, that is R plus cross F plus, and here this R minus cross F minus. But R plus നമുക്കറിയാം the distance is plus d by 2 and direction നമ്മൾ ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ plus d by 2 ക്രോസ് Q into E ആണ് ഫോഴ്സ് വരുന്നത് അല്ലേ. അതുപോലെ പ്ലസ് നെഗറ്റീവ് മൈനസ് ആർ മൈനസ് എന്ന് പറയുമ്പോൾ താഴ്ഭാഗത്തേക്കാണ് വരുന്നത്. സോ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് ഡി ബൈ 2 ക്രോസ് മൈനസ് ക്യു ഇ എന്ന് എഴുതാം. ദ ഫോഴ്സ് ഇസ് മൈനസ് ക്യു ഇ. മാത്രമല്ല ഇത് നമ്മൾ ആറിനെയും ഡി ഒക്കെ തന്നെ നിർബന്ധമായിട്ടും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് വേണം അല്ലേ, കാരണം ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആവണം. സോ ദിസ് ബിക്കംസ് ഡി ബൈ 2 ക്രോസ് ക്യു ഇൻറ്റു ഇ പ്ലസ് minus d by 2 cross minus qe, this minus minus get cancelled, so this becomes qd cross e by 2 plus by 2 1 ആയിട്ട് മാറുന്നു. so qd cross e q നെ നമ്മൾ ഒരുമിച്ച് എഴുതി, so qd cross e എന്ന് നമുക്ക് ഇതിനെ എഴുതാം. d and e are vectors. So now the torque becomes n is equal to p cross e, since QD എന്താണ് നമുക്കറിയാം. what is QD? QD is the dipole moment. So in terms of dipole moment, the torque N is equal to P cross E. Okay. So notice that the N is acting on the dipole. This N is acting on the dipole in such a way that it aligns in parallel with the electric field. Electric field നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൈറ്റ് ഡയറക്ഷനിലേക്കാണ്. സോ ഈ ഡൈപോളിന് ഒരു റൊട്ടേറ്റിംഗ് ഫോഴ്സ്, ഒരു ടോർക്ക് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് അല്ലേ ഇതിങ്ങനെ താഴേക്ക് റൊട്ടേറ്റ് ചെയ്യും, ഈ ഭാഗം ഇങ്ങനെ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. സോ ഈ നെറ്റ് എഫക്റ്റ് ആയിട്ട് അല്ലേ ഏത് വരെ റൊട്ടേറ്റ് ചെയ്യും? പി ക്രോസ് ഇ എപ്പോഴാണ് 0 ആയിട്ട് മാറുക? പിയും ഇയും പാരലാകുന്ന സമയത്ത് അല്ലേ. എപ്പോഴാണ് പിയും ഇയും പാരലായിട്ട് മാറുന്നത്? ഇക്ക് പാരലാക്കി മാറുന്ന സമയത്ത്. സോ ഇക്ക് പാരലായിട്ട് മാറുന്ന സമയത്ത് ഇതിൻ്റെ ഡൈപോളിൻ്റെ ഡയറക്ഷൻ നോക്കും മൈനസ് ക്യൂ ടു ഈ ഡയറക്ഷനിലായിരിക്കും വരുന്നത് അല്ലേ. ഇങ്ങനെയായിട്ടായിരിക്കും, ഇതേ ഡയറക്ഷനിലായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, സോ ദിസ് വിൽ ബി പി ആഫ്റ്റർ റൊട്ടേറ്റിംഗ് some degree. Okay, so the N is acting on the dipole in such a way that it aligns in parallel with the electric field E. Okay, so ഇത്രയുമാണ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പോളറൈസ്ഡ് മോളിക്യൂളിനെ വെച്ച് കഴിഞ്ഞാൽ അതിന് സംഭവിക്കുന്നത്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു, അത് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്ത് അലൈൻ ചെയ്യുന്നു. ഇങ്ങനെ അലൈൻ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത്? ഇതിനെ പോളറൈസേഷൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. Now, and if the field is non-uniform, if this field is non-uniform, this electric field is non-uniform, നമുക്കറിയാം നോൺ യൂണിഫോം എന്ന് പറയുമ്പോൾ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡും ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡും സെയിം ആവണമെന്നില്ല. സോ ദി ഫോഴ്സ് അറ്റ് ദിസ് പോയിന്റ് ഈസ് പ്ലസ് ക്യൂ ഇൻറ്റു ഇ ആൻഡ് ഫോഴ്സ് അറ്റ് ദിസ് പോയിന്റ് ഈസ് മൈനസ് ക്യൂ ഇൻറ്റു ഇ. സോ വാട്ട് ഈസ്, രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലെ, രണ്ട് ഫോഴ്സും ഡിഫറെൻ്റ് ആയിരിക്കും വരിക. സോ അതുകൊണ്ട് തന്നെ രണ്ടും തന്നെ ക്യാൻസൽ ചെയ്ത് പോകണമെന്നില്ല. സോ ക്യാൻസൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ there will be both a net force and torque. Means ഒരു ലീനിയർ ഫോഴ്സും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ടോർക്ക് ഉണ്ട്, അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഫോഴ്സും അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ ദ നെറ്റ് ഫോഴ്സ് വിൽ ബി എഫ് പ്ലസ് പ്ലസ് എഫ് മൈനസ് അല്ലേ. ഈ ഭാഗത്തുള്ള ഫോഴ്സും ഈ ഭാഗത്തുള്ള ഫോഴ്സും വെക്ടോറിയലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ദി എഫ് പ്ലസ് ഈസ് ക്യൂ ഇൻറ്റു ഇ പ്ലസ് മൈനസ് എഫ് മൈനസ് ഈസ് മൈനസ് ക്യൂ ഇൻറ്റു ഇ മൈനസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ക്യൂ ഇൻറ്റു ഡെൽറ്റ ഇ. ഡെൽറ്റ ഈസ് ദി
difference between the electric field intensity at both these points. Okay, where E plus and E minus are the fields at plus and minus ends. So along the x direction delta E നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കൂ, ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാത്തമാറ്റിക്കലി ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡെൽ ഇ ഡോട്ട് ഡി എന്ന് എഴുതാം അല്ലേ. ഡെൽറ്റ ഇയെ ഡെൽ ഇ ഡോട്ട് ഡി എന്ന് എഴുതാം. ഡെൽ ഇ എക്സ് ഡോട്ട് ഡി എന്ന് എഴുതാം. വാട്ട് ഈസ് ഡെൽ? ഡെൽ ഈസ് ഐ ദോ ബൈ ദോ എക്സ് പ്ലസ് ജെ ദോ ബൈ ദോ വൈ പ്ലസ് കെ ദോ ബൈ ദോ സെഡ് അല്ലേ, നമുക്കറിയാം. സോ ഡോട്ട് ഡി എടുക്കുന്ന സമയത്ത് എൻ്റെ വെക്ടോറിയൽ ആഡ് ചെയ്യുന്ന സ്ഥലം എക്സ് ഡയറക്ഷൻ ആകുമ്പോൾ ഇവിടെ ആക്ച്വലി എക്സ് കമ്പോണൻ്റ് ആണ് വരിക. സോ സിമിലർലി നമുക്ക് മറ്റ് കമ്പോണൻസ് എഴുതി അതിൻ്റെ ടോട്ടൽ അല്ലേ. സോ ഇതിനെ നെറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ജനറൽ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഡി ഡോട്ട് ഈ ഡിയെ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുത്ത് എഴുതുന്നു. സോ മീൻസ് ഡി ഡോട്ട് ഡെൽ ഇ എന്ന് എഴുതാം. D dot del E. So this delta E can be written as D dot del E. Okay, now substituting this delta E at this point, this F equation, that is F is equal to Q into D dot del E. Then what is Q into D? The Q into D is again this dipole moment P. So we can write this F is equal to P dot del E. So the torque about the center of the dipole will be N is equal to P cross E. Means what is P cross E? P cross E is the torque equal due to the equal and opposite forces. Equal and opposite forces at the both ends. Now plus R cross F. R cross F means R means the distance from the center to the force point. Then F means the net force, the net linear force. Okay, so there are two components. ഒരു ഭാഗത്ത് നമ്മുടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഈക്വൽ കമ്പോണൻസിനെ കൊണ്ടുണ്ടാകുന്ന നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു ടോർക്ക് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ നെറ്റ് ഫോഴ്സിനെ കൊണ്ട് അല്ലേ, ഈ നെറ്റ് ഫോഴ്സ് കാരണം ഒന്നെങ്കിൽ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഒരു നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. സോ അതുകൊണ്ട് അതും ഈ സെന്ററിന്റെ അബൌട്ട് ആയിട്ടൊരു ടോർക്കിന് കാരണമാകുന്നു. സോ ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദി ആർ ക്രോസ് എഫ്. സോ ദ നെറ്റ് ടോർക്ക് ഈസ് N equal to P cross E plus R cross F. Now നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന് വീണ്ടും ആൻസർ ചെയ്യാം. What happens to a piece of dielectric material when it is placed in an electric field? അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ if the material is consist of atoms, neutral atoms or non-polar molecules, the field will induce a tiny dipole moment pointing in the same direction as that of the electric field. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ, ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തതുപോലെ ഒരു ന്യൂട്രൽ ആറ്റം ആകുമ്പോൾ അതിൽ അവിടെ ഓൾറെഡി ഇല്ലാതിരുന്ന ഒരു polarity അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. That is one kind of polarization. Okay, and that polarization is again along the same direction as that of the electric field. Okay, now if the material is composed of polar molecules, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ if the material is composed of polar molecules, each permanent dipole will experience a torque. ഇപ്പോൾ നേരത്തെ വാട്ടർ മോളിക്യൂളിൻ്റെ കേസ് പറഞ്ഞതുപോലെ each permanent dipole will experience a torque in such a way that it tends to line it up in the direction of electric field. ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ മുകളിലൊരു ടോർക്ക് ആക്ട് ചെയ്യുന്നു. സോ രണ്ടായാലും സംഭവിക്കുന്ന നേരത്തെ ന്യൂട്രൽ ആറ്റം ആകുമ്പോൾ ഇല്ലാത്ത ഒരു പോളറൈസേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ദാറ്റ് പോളറൈസേഷൻ ഓർ ദ ഡൈപോൾ is along the same direction that of the electric field applied. ഇനി ഓൾറെഡി ഒരു പോളറൈസേഷൻ അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഡൈപോൾ അവിടെ ഉണ്ടെങ്കിൽ ദാറ്റ് ഡൈപോൾ ഈസ് അലൈൻഡ്
by the torque, okay, in the direction of applied electric field. So നമുക്ക് ഇങ്ങനെ പറയാം, basically tiny dipoles are aligned along the field direction and is said to be polarized. So ഇങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ഡൈപോൾസ് ഒന്നെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഡൈപോൾസ് അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഡൈപോൾസ് നമ്മുടെ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് നിൽക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് പോളറൈസേഷൻ. So it is the process of alignment of tiny dipoles along the field direction. Okay, so if they are aligned, then the material is said to be polarized. So quantitatively നമ്മൾ പറയുകയാണെങ്കിൽ the polarization which is represented by capital P, which is equal to dipole moment per unit volume. അല്ലേ, small p നമ്മൾ dipole moment നെയാണ് represent ചെയ്യുന്നത്. So dipole moment, total dipole moment per unit volume is the polarization.